മോർണിംഗ് ടു ഓൾ. നമ്മളിന്ന് മൊഡ്യൂൾ 1-ൻ്റെ റിവിഷനാണ്. ഇത്രയും ക്വസ്റ്റ്യൻസാണ് നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ മൊഡ്യൂൾ 1-ൽ നിന്ന് വന്നേക്കുന്നത്. ഞാൻ 2 മാർക്കിൻ്റെയും 5 മാർക്കിൻ്റെയും ക്വസ്റ്റ്യൻസ് വായിച്ചു തരാം. ഫസ്റ്റ്, വാട്ട് ഈസ് കറണ്ട് അക്കൗണ്ട്? സെക്കൻഡ്, വാട്ട് ഈസ് ടേം ഡെപ്പോസിറ്റ്? തേർഡ്, വാട്ട് ഈസ് റിക്കറിംഗ് ഡെപ്പോസിറ്റ്? ഫോർത്ത്, വാട്ട് ഈസ് നോ ഫ്രിൽ അക്കൗണ്ട്? ഫിഫ്ത്ത്, ഡിഫൈൻ കൊമേഴ്സ്യൽ ബാങ്ക്. Sixth, define customer. Seventh, what is mean by mixed banking? Next, 5 mark question. First one, explain the procedure for opening a joint account. Second, enumerate various type of customer. Third, explain the silent features of term deposit. Fourth, explain the procedure for opening a joint account. Fifth, what are the various type of deposit? Sixth, what are the circumstances in which a bank account can be closed? Seventh, explain the circumstances under which a bank account are closed. These are the previous year questions. നമുക്കിന്ന് 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ്, വാട്ട് ഈസ് കറണ്ട് അക്കൗണ്ട്? A current account is a form of demand deposit as the banker is obligated to repay these liabilities on demand from the customer. Withdrawal from current account are allowed any number of time depending upon the balance in the accounts or up to a particular agreed amount. Current deposit are non-interest bearing. കറണ്ട് അക്കൗണ്ട് മെയിൻലി ആയിട്ട് ബിസിനസ്മാനെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. ബിസിനസ്മാന് ഒരുപാട് എമൗണ്ട് വിത്ഡ്രോ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ കറണ്ട് അക്കൗണ്ട് അനുസരിച്ച് എത്ര രൂപ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും അവർക്ക് വിത്ഡ്രോ ചെയ്യാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ നോൺ ഇൻട്രസ്റ്റ് ബിയറിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ വിത്തൗട്ട് ഇൻട്രസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ കറണ്ട് അക്കൗണ്ടിൽ വേറൊരു ഫെസിലിറ്റി ഉള്ളത് ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റിയാണ്. ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ അക്കൗണ്ടിലുള്ള എമൗണ്ടിനേക്കാളും കൂടുതൽ വിത്ഡ്രോ ചെയ്യാനായിട്ട് കറണ്ട് അക്കൗണ്ടിൽ പറ്റും. കറണ്ട് അക്കൗണ്ടിൽ മെയിനായിട്ട് അവർ ഉദ്ദേശിക്കുന്നത് ബിസിനസ്മാനെയാണ്. എ കറണ്ട് അക്കൗണ്ട് ഈസ് എ ഫോം ഓഫ് ഡിമാൻഡ് ഡെപ്പോസിറ്റ് ആസ് ദ ബാങ്കർ ഈസ് ഒബ്ലിഗേറ്റ് ടു റീപേ ദ ലയബിലിറ്റീസ് ഓൺ ഡിമാൻഡ് ഫ്രം ദി കസ്റ്റമർ. എപ്പോഴാണോ കസ്റ്റമർ ചോദിക്കുന്നത് ആ സമയത്ത് പൈസ കൊടുക്കാനുള്ള ബാധ്യത ആയിരിക്കുന്നുണ്ട് ബാങ്കിന്. അപ്പോൾ ഈ കറണ്ട് അക്കൗണ്ട് ഉള്ള ബാങ്കുകൾ നിശ്ചിത എമൗണ്ട് എപ്പോഴും അവരുടെ കയ്യിൽ മെയിൻറ്റെയിൻ ചെയ്യണം. കാരണം എപ്പോഴാണ് കറണ്ട് അക്കൗണ്ട് ഹോൾഡർ വന്ന് ഫണ്ട് ചോദിക്കാമെന്ന് പറയാൻ പറ്റില്ല. വിത്ഡ്രോവൽ ഫ്രം കറണ്ട് അക്കൗണ്ട് ആർ അലൗഡ് എനി നമ്പർ ഓഫ് ടൈം ഡിപ്പെൻഡിങ് അപ്പോൺ ദ ബാലൻസ് ഇൻ ദ അക്കൗണ്ട് ഓർ അപ് ടു എ പർട്ടിക്കുലർ അഗ്രീഡ് എമൗണ്ട്. കറണ്ട് അക്കൗണ്ട് ആർ നോൺ ഇൻട്രസ്റ്റ് ബിയറിംഗ്. ഇപ്പം നമ്മുടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ അതിൽ ഇൻട്രസ്റ്റ് ഹൈ ആണ്. പക്ഷേ ഈ റിക്കറിംഗ് ഡെപ്പോസിറ്റിൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഫണ്ട് എടുക്കാം, എപ്പോൾ വേണമെങ്കിലും ഡെപ്പോസിറ്റ് ചെയ്യാം. അതുകൊണ്ട് തന്നെ ഇതിലെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ കുറവാണ്, അല്ലെങ്കിൽ നോൺ ഇൻട്രസ്റ്റ് ബിയറിംഗ് ആണ്. സെക്കൻഡ്, വാട്ട് ഈസ് എ ടേം ഡെപ്പോസിറ്റ്? A saving scheme provided by the banks where the investors will get a high interest rate until the maturity period. It is also called a term deposit or time deposit. എന്താണ് ടേം ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ? ടേം ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് തന്നെയാണ് ഫിക്സഡ് ഡെപ്പോസിറ്റ്. എന്താണ് ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ? ഫിക്സഡ് ഡെപ്പോസിറ്റിൽ ഒരു ബാങ്ക് ഹോൾഡർ ഒരു കസ്റ്റമർ എത്ര നാളത്തേക്ക് ലോങ് പീരീഡിലേക്ക് വേണ്ടിയായിരിക്കും ഡെപ്പോസിറ്റ് ചെയ്യാം. ആ പർട്ടിക്കുലർ പീരീഡ് കഴിയുമ്പോൾ മാത്രമേ അവർക്കത് വിത്ഡ്രോ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതുപോലെ തന്നെ ബാക്കിയുള്ള ഡെപ്പോസിറ്റുകൾ വെച്ച് ടേം ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റിനാണ് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ബിയറിംഗ്. ടേം ഡെപ്പോസിറ്റിനെ പറയുന്ന വേറെ പേരാണ് ടൈം ഡെപ്പോസിറ്റ്. ഓക്കെ, അപ്പോൾ എന്താണ് ടേം ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ? എ സേവിങ് സ്കീം പ്രൊവൈഡഡ് ബൈ ദ ബാങ്ക്സ് വെയർ ദ ഇൻവെസ്റ്റേഴ്സ് വിൽ ഗെയിൻ എ ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് അണ്ടിൽ ദ മെച്യൂരിറ്റി പീരീഡ്. ഹൈ ഇൻട്രസ്റ്റ് ആയിരിക്കും ഇതിന് വാങ്ങാം. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ടേം ഡെപ്പോസിറ്റ് ഓർ ടൈം ഡെപ്പോസിറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് റിക്കറിംഗ് ഡെപ്പോസിറ്റ്? എന്താണ് റിക്കറിംഗ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ?
ഈ റിക്കറിങ് ഡെപ്പോസിറ്റ് മെയിനായിട്ട് എയിം ചെയ്യുന്നത് കയ്യിലുള്ള നമ്മുടെ സേവിങ് ഹാബിറ്റ് ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഒരു പർട്ടിക്കുലർ എമൗണ്ട് പർട്ടിക്കുലർ പീരീഡിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യും. ആ പീരീഡ് ഇപ്പോൾ 5 ഇയേഴ്സിനാണെങ്കിൽ 5 ഇയേഴ്സിലേക്ക് ഇപ്പോൾ 10,000 രൂപയെന്ന് വെച്ചാൽ 5 ഇയേഴ്സിലേക്ക് 10,000 അടച്ചതിന് ശേഷമാണ് അതിൽ നിന്ന് മണി വിഡ്രോ ചെയ്യുക. ദീസ് അക്കൗണ്ട് ആർ ജനറലി ഓപ്പൺഡ് ഫോർ ദ പർപ്പസ് ഓഫ് സേവിങ് ഫോർ ദി ഫ്യൂച്ചർ ഡേറ്റ്. ഫ്യൂച്ചറിലേക്ക് സേവിങ് ആയിട്ടാണ് നമ്മൾ റിക്കറിങ് ഡെപ്പോസിറ്റ് എടുക്കുന്നത്. ഫോർ ഫ്യൂച്ചർ റിക്വയർമെൻറ്റ് ഡെപ്പോസിറ്റ് ആർ മെയ്ഡ് റെഗുലർലി ഓൺ മന്ത്ലി. അതായത് ഫ്യൂച്ചർ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഒരു ഫിക്സഡ് എമൗണ്ട് മന്ത്ലി ആയിട്ട് അടയ്ക്കുക. ആഫ്റ്റർ ദ പീരീഡ് ഈസ് ഓവർ, ആ പർട്ടിക്കുലർ പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടോട്ടൽ എമൗണ്ട് ഈസ് റീപെയ്ഡ് വിത്ത് ഇൻട്രസ്റ്റ്. ടോട്ടൽ എമൗണ്ട് ഇൻട്രസ്റ്റ് ഉൾപ്പെടെയായിട്ട് തിരിച്ച് റിട്ടേൺ ചെയ്യും. അപ്പോൾ കറണ്ട് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, കറണ്ട് അക്കൗണ്ട് മെയിൻലി ബിസിനസ്മാൻസാണ്. അവർക്ക് എപ്പോൾ വേണമെങ്കിൽ അതിൽ ഡെപ്പോസിറ്റ് ചെയ്യാം, വിഡ്രോ ചെയ്യാം. അതിൽ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ നോൺ ഇൻട്രസ്റ്റ് ആണ്, ഇൻട്രസ്റ്റ് ഇല്ല. നെക്സ്റ്റ്, വാട്ട് ഈസ് എ ടേം ഡെപ്പോസിറ്റ്? എന്താണ് ടേം ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ടേം ഡെപ്പോസിറ്റ് എന്ന് വെച്ചാൽ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ആണ്. അതായത് ഒരു പർട്ടിക്കുലർ എമൗണ്ട് കുറേ നാളത്തേക്ക് വേണ്ടി ഡെപ്പോസിറ്റ് ചെയ്യുക, അതിനാണ് ഫിക്സ്ഡ് ഡെപ്പോസിറ്റ്. അതിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹൈ ആയിരിക്കും. നെക്സ്റ്റ്, റിക്കറിങ് ഡെപ്പോസിറ്റ്. റിക്കറിങ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനങ്ങളുടെ സേവിങ് ഹാബിറ്റ് ഇൻക്രീസ് ചെയ്യാനായിട്ട് ഡെവലപ്പ് ചെയ്തതാണ് റിക്കറിങ് ഡെപ്പോസിറ്റ്. ഈ റിക്കറിങ് ഡെപ്പോസിറ്റിൻ്റെ എമൗണ്ട് കിട്ടാനായിട്ട് മന്ത്ലി ഒരു പർട്ടിക്കുലർ എമൗണ്ട് കസ്റ്റമർ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യണം. നെക്സ്റ്റ്, വാട്ട് ഈസ് നോ ഫ്രിൽസ് അക്കൗണ്ട്? ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് നോൺ ഫ്രിൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ. ഇറ്റ് ഈസ് ആൻ അക്കൗണ്ട് വിച്ച് ഈസ് സോൾവ്ലി മീൻഡ് ഫോർ സേവിങ്. നോ വാല്യൂ ആഡഡ് സർവീസസ് ഈസ് പ്രൊവൈഡ് വിത്ത് ദിസ് അക്കൗണ്ട് ലൈക്ക് ചെക്ക് ബുക്ക്, ബില്ലിംഗ് ട്രാൻസാക്ഷൻസ് എക്സെട്ര. It can be opened with zero balance. This account is specially for rural population of India. നോൺ ഫ്രിൽ അക്കൗണ്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നോൺ ഫ്രിൽ അക്കൗണ്ട്സ് ഓപ്പൺ ചെയ്യാനായിട്ട് അക്കൗണ്ടിൽ മിനിമം ബാലൻസ് വേണമെന്നില്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നമുക്കൊക്കെ അക്കൗണ്ട്സ് തുറക്കാനായിട്ട് മിനിമം അക്കൗണ്ടിൽ ഇത്ര ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയും. പക്ഷേ നോ ഫ്രിൽ അക്കൗണ്ട് അനുസരിച്ച് നമ്മുടെ അക്കൗണ്ടിൽ ബാലൻസ് വേണമെന്നില്ല, അല്ലാണ്ട് തന്നെ നമുക്ക് അക്കൗണ്ട്സ് ഓപ്പൺ ചെയ്യാം. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ ചെക്ക് ബുക്കോ ബില്ലിംഗ് ട്രാൻസാക്ഷൻസോ അങ്ങനത്തെ വാല്യൂ ആഡഡ് സർവീസസ് ഒന്നും കിട്ടില്ല. ഇത് മെയിനായിട്ട് ഇവർ എയിം ചെയ്യുന്നത് റൂറൽ പോപ്പുലേഷൻ ഓഫ് ഇന്ത്യ, ഇന്ത്യയിലെ റൂറൽ ആയിട്ടുള്ള ആൾക്കാരെ, റൂറൽ പീപ്പിളിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയാണ്. അല്ലെങ്കിൽ റൂറൽ പീപ്പിളിനെയും കൂടിയും എന്തിൽ ഇൻക്ലൂഡ് ചെയ്യിക്കാനായിട്ട്, ബാങ്കിങ് ട്രാൻസാക്ഷൻസിൽ ഇൻക്ലൂഡ് ചെയ്യിക്കാൻ. അതായത് ബാങ്കുമായിട്ട് അവരെയും കൂടിയും ബാങ്കിങ് ട്രാൻസാക്ഷൻസിൽ റൂറൽ പീപ്പിളിനെ അല്ലെങ്കിൽ ഡെവലപ്ഡ് കൺട്രീസിലെ ആൾക്കാരെയും കൂടിയും ഇൻക്ലൂഡ് ചെയ്യിക്കാനാണ് നമ്മൾ നോ ഫ്രിൽസ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ എന്താണ് നോൺ ഫ്രിൽ അക്കൗണ്ട്സ് എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ആൻ അക്കൗണ്ട് വിച്ച് ഈസ് സോൾവ്ലി മീൻഡ് ഫോർ സേവിങ്സ്. സേവിങ് ആണ് നോൺ ഫ്രിൽ അക്കൗണ്ട്സിൻ്റെ മെയിൻ എയിം. നോ വാല്യൂ ആഡഡ് സർവീസസ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അതായത് ചെക്ക് ബുക്കോ അല്ലെങ്കിൽ ബില്ലിംഗ് ട്രാൻസാക്ഷൻസോ ഒന്നും നോ ഫ്രിൽ അക്കൗണ്ടിൽ കൊടുക്കില്ല. ഇറ്റ് ക്യാൻ ബി ഓപ്പൺഡ് വിത്ത് സീറോ ബാലൻസ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നോൺ ഫ്രിൽ അക്കൗണ്ട്സ് നമുക്ക് സീറോ ബാലൻസിൽ ഓപ്പൺ ചെയ്യാം, നമ്മുടെ അക്കൗണ്ടിൽ മിനിമം ബാലൻസ് വേണമെന്നില്ല. ദിസ് അക്കൗണ്ട് ഈസ് സെപ്പറേറ്റ്ലി സ്പെഷ്യലി ഫോർ റൂറൽ പോപ്പുലേഷൻ ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ റൂറൽ പോപ്പുലേഷൻ്റെ അപ്ലിഫ്റ്റ് അവരെയും കൂടിയും ബാങ്കിങ് ട്രാൻസാക്ഷൻസിൽ ഇൻക്ലൂഡ് ചെയ്യിക്കാനാണ് നമ്മൾ നോ ഫ്രിൽ അക്കൗണ്ട്സ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ് നോ ഫ്രിൽസ് അക്കൗണ്ട്. ഓക്കെ, നെക്സ്റ്റ്, വാട്ട് ഈസ് കൊമേഴ്സ്യൽ ബാങ്ക്? എന്താണ് കൊമേഴ്സ്യൽ ബാങ്ക് എന്ന് പറഞ്ഞാൽ? എ കൊമേഴ്സ്യൽ ബാങ്ക് ഇസ് എ ടൈപ്പ് ഓഫ് ബാങ്ക് ദാറ്റ് പ്രൊവൈഡ് സർവീസസ് സച്ച് എസ് accepting deposit, making business loans and offering basic investment products that is opened as a business for profit. നമുക്കറിയാം കൊമേഴ്സ്യൽ ബാങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാങ്ക്, അതായത് ഈ ബാങ്കുകൾ ആക്സെപ്റ്റ് ഡെപ്പോസിറ്റ്, നമുക്കറിയാം ബാങ്കിൻ്റെ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ എന്താ? ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് ആൻഡ് ലെൻഡിങ് ലോൺ. പബ്ലിക്കിൻ്റെ ഇന്ന് എക്സസ് ആയിട്ടുള്ള ഫണ്ട്സ് അവർ ആക്സെപ്റ്റ് ചെയ്തും ആ ആക്സെപ്റ്റ് ചെയ്ത ഫണ്ട് അവർ ലോണായിട്ട് പബ്ലിക്കിന് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യും. ഇതാണ് ബാങ്കിൻ്റെ മെയിൻ എയിം, ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് ആൻഡ് ലെൻഡിങ് മണി.
Commercial bank is a type of bank that provides services such as accepting deposit, making loan, and offering basic investment products, which is opened as a business for profit. ഇത് കൊമേഴ്സ്യൽ ബാങ്ക്സ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊഡക്റ്റ് ദാറ്റ് ഈസ് ഓപ്പൺഡ് ആസ് എ ബിസിനസ് ഫോർ പ്രോഫിറ്റിന് വേണ്ടിയിട്ടാണ് ഇവർ ഈ കൊമേഴ്സ്യൽ ബാങ്ക്സ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് 6th, ഡിഫൈൻ കസ്റ്റമർ. എ കസ്റ്റമർ ഈസ് റെസിപ്പൻറ്റ് ഓഫ് എ ഗുഡ് സർവീസ് പ്രോഡക്റ്റ് ഓർ ഐഡിയ obtained from a seller, vendor or supplier for monetary or other valuable consideration. അപ്പോൾ ആരാണ് ഒരു കസ്റ്റമർ എന്ന് പറഞ്ഞാൽ? ഒരു കസ്റ്റമർ എന്ന് പറഞ്ഞാൽ ഒരു ബാങ്കിൽ ഫണ്ടുകൾ ഡെപ്പോസിറ്റ് ചെയ്യും, ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുകയും ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ കസ്റ്റമർ എന്ന് പറയുന്നത്. ഇനി ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. എ കസ്റ്റമർ ഈസ് ദ റെസിപ്പൻറ്റ് ഓഫ് എ ഗുഡ് സർവീസ് പ്രൊഡക്റ്റ് ഓർ ഐഡിയ ഒബ്റ്റെയിൻഡ് ഫ്രം ദി സെല്ലർ, വെൻഡർ ഓർ സപ്ലയർ ഫോർ എ മോണിറ്ററി ഓർ അതർ വാല്യബിൾ കൺസിഡറേഷൻ. അതായത് ഇപ്പം നമ്മൾ പറഞ്ഞത് തന്നെ, അവർ കസ്റ്റമർ എന്ത് ചെയ്യും? ഗുഡ്സ്, സർവീസസ്, പ്രൊഡക്റ്റ്, ഐഡിയ ആരുടെ നിന്ന് വാങ്ങും? കസ്റ്റമർ ആരുടെ നിന്ന് വാങ്ങും? സെല്ലറിൻ്റെ നിന്ന് വാങ്ങും. എ സെല്ലർ, വെൻഡർ ഓർ സപ്ലയർ എന്തിനു വേണ്ടി? ഫോർ എ മോണിറ്ററി ഓർ അതർ വാല്യബിൾ കൺസിഡറേഷൻ. ചിലപ്പോൾ പണം, ഫിനാൻസ് ആയിട്ട്, അല്ലെങ്കിൽ അതർ വാല്യബിൾ കൺസിഡറേഷനുമോ വാങ്ങുന്നത് തന്നെയാണ് നമ്മൾ കസ്റ്റമർ എന്ന് പറയുന്നത്. ഒന്നുകൂടി നോക്കാം. എ കസ്റ്റമർ ഈസ് റെസിപ്പൻറ്റ് ഓഫ് ഗുഡ് സർവീസ് പ്രോഡക്റ്റ് ഓർ ഐഡിയ ഒബ്റ്റെയിൻഡ് ഫ്രം എ സെല്ലർ, വെൻഡർ ഓർ സപ്ലയർ ഫോർ എ മോണിറ്ററി ഓർ അതർ വാല്യുബിൾ കൺസിഡറേഷൻ. കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ പലരുണ്ട്. ഇപ്പോൾ മൈനർ, ലൂനാറ്റിക്സ്, മാരീഡ് വുമൺ, ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി, പാർട്ട്ണർഷിപ്പ് ഫേം, ഇവരെല്ലാവരും കസ്റ്റമറായിട്ട് വരും. കാരണം അവർ ബാങ്കിങ്ങിൻ്റെ ഫങ്ഷനായിട്ടുള്ള ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് ആൻഡ് ലെൻഡിങ് മണി ചെയ്യുന്നതുകൊണ്ട് തന്നെ അവർ കസ്റ്റമേഴ്സാണ് ബാങ്കിൻ്റെ. നെക്സ്റ്റ്, വാട്ട് ഈസ് മീൻ ബൈ മിക്സഡ് ബാങ്കിങ്? എ സിസ്റ്റം ഓഫ് ബാങ്കിങ് വെയർ ദ കൊമേഴ്സ്യൽ ബാങ്ക്സ് ദംസെൽഫ് പ്രൊവൈഡ് ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം ഫിനാൻസ്. മിക്സഡ് ബാങ്കിങ്ങിൽ ഷോർട്ട് ടേമും ലോങ് ടേം ബാങ്കിങ് ഫങ്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ മിക്സഡ് ബാങ്കിങ് എന്ന് പറയുന്നത്. എ സിസ്റ്റം ഓഫ് ബാങ്കിങ് വെയർ ബൈ ദ കൊമേഴ്സ്യൽ ബാങ്ക്സ് ദംസെൽഫ് പ്രൊവൈഡ്സ് ഫോർ ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം ഫിനാൻസ്. ഷോർട്ട് ടേമും ലോങ് ടേംസും ലോൺ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെയാണ് നമ്മൾ മിക്സഡ് ബാങ്കിങ് എന്ന് പറയുന്നത്. A system of banking whereby the commercial banks themselves provide short term and long term finance. ഷോർട്ട് ടേമും ലോങ് ടേം ആയിട്ടുള്ള ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്നതിനാണ് നമ്മൾ മിക്സഡ് ബാങ്കിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ പഠിച്ചത് നോ ഫ്രിൽസ് അക്കൗണ്ട്, വാട്ട് ഈസ് മീൻ ബൈ കൊമേഴ്സ്യൽ ബാങ്ക്, ഡിഫൈൻ കസ്റ്റമർ, വാട്ട് ഈസ് മീൻ ബൈ മിക്സഡ് ബാങ്കിങ്. നെക്സ്റ്റ് നമ്മുടെ 5 മാർക്ക് ക്വസ്റ്റ്യനിൽ 5th ക്വസ്റ്റ്യൻ നോക്കിയേ. വാട്ട് ആർ ദ വേരിയസ് ടൈപ്പ് ഓഫ് ഡെപ്പോസിറ്റ്? നമുക്കറിയാം, നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു ഏതൊക്കെയാണ് ടൈപ്പ് ഓഫ് ഡെപ്പോസിറ്റ് വരുന്നത്. കറണ്ട് ഡെപ്പോസിറ്റ്, സേവിങ് ഡെപ്പോസിറ്റ്, റിക്കറിങ് ഡെപ്പോസിറ്റ്, ഇതൊക്കെയാണ് വേരിയസ് ടൈപ്പ് ഓഫ് ഡെപ്പോസിറ്റ്. ഇതും 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വരാനുള്ളതാണ്. നെക്സ്റ്റ് ഹു ഈസ് എ ബാങ്ക്, ഹു ഈസ് എ കസ്റ്റമർ? കസ്റ്റമർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൈനർ, പാർട്ട്ണർഷിപ്പ് ഫേം, ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി, ട്രസ്റ്റീസ്, ലൂനാറ്റിക്സ്, ഡ്രങ്കേഴ്സ്, മാരീഡ് വുമൺ. മൈനർ എന്ന് പറഞ്ഞാൽ ആരാന്നറിയാല, അതായത് മെച്യൂരിറ്റി എത്താത്തവരെയാണ് നമ്മൾ മൈനേഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ പാർട്ട്ണർഷിപ്പ് ഫേം, ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി, ട്രസ്റ്റീസ്, അതുപോലെ ലൂനാറ്റിക്സ്. എന്താണ് ലൂനാറ്റിക്സ് എന്ന് പറഞ്ഞാൽ ആരാ? അതായത് അൺസൗണ്ട് ആയിട്ടുള്ള പേഴ്സൺസിനെയാണ് നമ്മൾ ലൂനാറ്റിക്സ്. പിന്നെ ഡ്രങ്കേഴ്സ്, മാരീഡ് വുമൺ, ഇതൊക്കെയാണ് നമ്മുടെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കസ്റ്റമർ. ഇത് ഓരോന്നും പഠിച്ചോളൂ. മൈനർ ആരാണ്, എന്താണ് മൈനറിൻ്റെ അക്കൗണ്ട്സ് ഓപ്പൺ ചെയ്യാനുള്ള പ്രൊസീജിയർ, ആരാണ് പാർട്ട്ണർഷിപ്പ് ഫേം, ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി, ട്രസ്റ്റീസ്, ലൂനാറ്റിക്സ്, ഡങ്കേഴ്സ്, ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഓരോ ഇതെടുത്ത് പഠിക്കേണ്ടി വരും. ഓക്കെ, നെക്സ്റ്റ് പ്രൊസീജിയർ ഫോർ ഓപ്പണിംഗ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി. എന്താണ് ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 persons ആൻ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിനെയാണ് നമ്മൾ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറയുന്നത്. 2 persons ഓപ്പൺ ആൻ അക്കൗണ്ട് ജോയിൻ്റ്ലി ഈസ് കോൾഡ് ജോയിൻ്റ് അക്കൗണ്ട്. ഇപ്പോൾ പാരൻസ് അല്ലെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആൻഡ് ചൈൽഡ് ആൻഡ് ഗാർഡൻ, ഇങ്ങനെയായിട്ട് ഗാർഡിയൻ, ഇവരായിട്ട് ഓപ്പൺ ചെയ്യുന്ന അക്കൗണ്ടിനെയാണ് നമ്മൾ ജോയിൻറ്റ് സ്റ്റോക്ക് അക്കൗണ്ട് എന്ന് പറയുന്നത്.
ഇതിൽ സൈൻഡ് അപ്ലിക്കേഷൻ രണ്ട് പാർട്ടികളും ഇപ്പോൾ ഹസ്ബൻഡും വൈഫാണെങ്കിൽ ഹസ്ബൻഡും വൈഫും ഇതിൽ സൈൻ ചെയ്യണം. ബോത്ത് പാർട്ടീസ് പുട്ട് their signature. നെക്സ്റ്റ് ഒബ്റ്റെയിനിങ് ഇൻസ്ട്രക്ഷൻ. ദ ബാങ്കർ ഗെറ്റ് ഇൻസ്ട്രക്ഷൻ ഇൻ യൂട്ടിലൈസിങ് ഹൂ വിൽ ഓപ്പറേറ്റ് ദ അക്കൗണ്ട്. ആരാണ് അക്കൗണ്ട്സ് ഓപ്പറേറ്റ് ചെയ്യാന്നുള്ളതിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ബാങ്കിന് കിട്ടിയിരിക്കണം. നെക്സ്റ്റ് നോ സ്റ്റോപ്പ് പേയ്മെൻറ്റ് ഓർഡർ. ജോയിൻറ്റ് സ്റ്റോക്ക് ഹോൾഡർ ക്യാൻ ഇഷ്യൂ സ്റ്റോപ്പ് പേയ്മെൻറ്റ് ഓർഡർ ഓൺ ചെക്ക്. സ്റ്റോപ്പ് ചെയ്യാൻ പേയ്മെൻറ്റ് ഓർഡർ ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻ സ്റ്റോപ്പ് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷനും ബാങ്കിന് കൊടുക്കാം. നെക്സ്റ്റ് അതോറിറ്റി ടു ഓവർ ഡ്യൂ. റിവോക്കേഷൻ ഓഫ് അതോറിറ്റി, അതായത് അതോറിറ്റീനെ റിവോക്കേറ്റ് ചെയ്യാൻ ക്യാൻ ബി റിവോക്കേറ്റഡ് ബൈ എനിബഡി. ആർക്ക് വേണമെങ്കിലും റിവോക്കേറ്റ് ചെയ്യാം. നെക്സ്റ്റ് ഇൻസോൾവൻസി. ഇഫ് മോർ ദാൻ വൺ ജോയിൻറ്റ് ഹോൾഡർ സ്റ്റോപ്പ് പേയ്മെൻറ്റ് ഫ്രം ദ അക്കൗണ്ട് ടു ഡിറ്റർമൈൻ ദ ലയബിലിറ്റി ഓഫ് ദി ഇൻസോൾവൻറ്റ്. അതായത് 1 വർഷം വരെ പേയ്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും ജോയിൻറ്റ് സ്റ്റോക്ക് അക്കൗണ്ടിൻ്റെ. നെക്സ്റ്റ് ജോയിൻറ്റ് സ്റ്റോക്ക് അക്കൗണ്ട് ഇൻ ദ നെയിം ഓഫ് ഹസ്ബൻഡ് ആൻഡ് വൈഫ്. ഹസ്ബൻഡിൻ്റെ വൈഫിൻ്റെ കേസാണെങ്കിൽ ആർക്ക് കൊടുക്കും? ഹസ്ബൻഡിനാണ് പേയ്മെൻറ്റ് നടത്തുക. സോ ഇത്രയും ക്വസ്റ്റ്യൻസാണ് ഫസ്റ്റ് മൊഡ്യൂളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യനിൽ. അപ്പോൾ ഇത്രയും ഈ സാറ്റർഡേ സൺഡേ തന്നെ ഇരുന്ന് ഫുൾ പഠിച്ച് തീർക്കാം. ഓക്കെ, താങ്ക് യു.